UDF മേയർ സ്ഥാനാർത്ഥിക്ക് സ്വന്തം വാർഡിൽ വോട്ടില്ല. ആലപ്പുഴയിലും UDF സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല. വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന ആരോപണം. UDF സ്ഥാനാർത്ഥികളാകുന്നവരെ പുതുക്കിയ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതായി പരാതി ഉയരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായ സംവിധായകൻ VM വിനുവിനെയും ആലപ്പുഴ നഗരസഭ വലിയമരം വാർഡിലെ UDF സ്ഥാനാർത്ഥി ഗൗരി പാർവതി രാജിനെയുമാണ് പുതുക്കിയ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതായി പരാതി ഉയർന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള UDFന്റെ മേയർ സ്ഥാനാർത്ഥിയാണ് സംവിധായകൻ VM വിനു. കല്ലായി ഡിവിഷനിൽ നിന്നും വിനു വോട്ട് തേടി പ്രചരണം തുടങ്ങിയിരുന്നു. ഇതിനുശേഷമാണ് പുതിയ വോട്ടർ പട്ടികയിൽ വിനുവിന് വോട്ടില്ലെന്ന വിവരം പുറത്തുവന്നത്. LDF ഭരിക്കുന്ന കോർപ്പറേഷന്റെ ഭരണം ഇത്തവണ VM വിനുവിനെ അടക്കം രംഗത്തിറക്കി തിരിച്ചുപിടിക്കാനായിരുന്നു UDFന്റെ നീക്കം. എന്നാൽ ഇതിന് തിരിച്ചടിയാകുന്നതാണ് വിനുവിന് വോട്ടില്ല എന്നുള്ള വിവരം. കഴിഞ്ഞ 45 വർഷമായി താൻ വോട്ട് രേഖപ്പെടുത്തുന്ന വ്യക്തിയാണെന്നും ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ തന്റെ വോട്ടവകാശം നിഷേധിക്കാൻ ആർക്കാണ് അവകാശമെന്നും VM വിനു രോഷത്തോടെ ചോദിച്ചു. ഓരോ തെരഞ്ഞെടുപ്പിലും തനിക്ക് വോട്ടുണ്ടോ എന്ന് പ്രത്യേകം അന്വേഷിക്കേണ്ട കാര്യമില്ല. കല്ലായി വാർഡിൽ തനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതോടെ തന്റെ വോട്ട് നഷ്ടപ്പെട്ട അവസ്ഥയാണുള്ളത്. കോടതിയും നിയമവ്യവസ്ഥയും നിലവിലുണ്ട്. നാളെ മുതൽ കോഴിക്കോട്ടെ എല്ലാ വാർഡുകളിലും ഇറങ്ങി പ്രചരണം നടത്തും. സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയ വോട്ടർ പട്ടികയിൽ തന്റെ പേരുണ്ടോ എന്ന് തനിക്ക് അറിയില്ലെന്നും VM വിനു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. VM വിനുവിന് വോട്ടില്ലാത്തത് അസാധാരണമായ സംഭവമാണെന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പ്രതികരിച്ചു. വിനുവിന് വോട്ടർ ID ഉണ്ട്, എന്നാൽ വോട്ടില്ലെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. വിനുവിന് വോട്ടില്ലാത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണെന്നും അദ്ദേഹം ആരോപിച്ചു. മറ്റ് സംസ്ഥാനങ്ങളെ വെല്ലുന്ന വോട്ട് ചോരിയാണ് കേരളത്തിൽ നടക്കുന്നത്. കളക്ടറെ കാണുമെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും CPMന് ജയിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി നടത്തിയ നാടകമാണിതെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. ആലപ്പുഴയിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. ആലപ്പുഴ നഗരസഭ വലിയമരം വാർഡിലെ ഗൗരി പാർവതി രാജാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പുനഃപ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ഗൗരിയുടെ പേരില്ല. വലിയമരം വാർഡിൽ ഒഴിവാക്കിയവരുടെ ലിസ്റ്റിലാണ് ഗൗരിയുടെ പേരുള്ളത്. 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടികയിൽ ഗൗരിയുടെ പേരുണ്ടായിരുന്നു. എന്നാൽ പരിഷ്കരിച്ച വോട്ടർ ലിസ്റ്റിൽ ഗൗരിയുടെ പേരില്ല. വലിയമരം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി പരിഗണനയിലുള്ള ആളായിരുന്നു ഗൗരി. സ്ഥാനാർത്ഥിയായി പേര് ചർച്ചയിൽ വന്ന ശേഷമാണ് പേര് ഒഴിവാക്കിയതെന്ന് ഗൗരി ആരോപിക്കുന്നു. സംഭവത്തിൽ ഡെപ്യൂട്ടി കളക്ടർക്ക് ഗൗരി പരാതി നൽകിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നിൽ കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കമാണെന്ന് ഗൗരി ആരോപിക്കുന്നു. താൻ വലിയമരം വാർഡിൽ സ്ഥിരതാമസക്കാരിയല്ലെന്ന് സിയാദ് എന്ന കോൺഗ്രസ് പ്രവർത്തകനാണ് പരാതി നൽകിയതെന്ന് ഗൗരി പറയുന്നു. തുടർന്ന് ഹിയറിംഗിനെത്തിയപ്പോൾ രേഖകൾ ഹാജരാക്കിയിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിയാകാതിരിക്കാനുള്ള ശ്രമം നടന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിയില്ലെന്നും ഗൗരി പാർവതി പറഞ്ഞു.